ആലുവയിലെ ഗതികേടാണല്ലോ ഈ കാണണം. എത്ര വർഷമായെന്നറിയുമോ? ആര് ഭരിച്ചാലും വേണ്ടില്ല, ആര് വന്നാലും വേണ്ടില്ല, ആര് പോയാലും എൻ്റെ പൊന്നമ്മാവ് എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ കുറേ വർഷമായിട്ട്, ഒരു 10 വർഷം എന്നൊക്കെ പറയാൻ പറ്റും, ഇത്രയും ബ്ലോക്ക് ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ വലിയ ബ്ലോക്കാണ്. അതായത് ഇതൊരിക്കലും ഒരു ആലുവ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്കായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ അറിയാൻ പറ്റും. ആലുവ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഇല്ല. ഓൾമോസ്റ്റ് ഇത് വരുന്നത് ആലുവയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഏകദേശം കാസിനോ മുതൽ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തോട്ടുമുഖം പുതിയ പാലം വരെ കഴിയുന്നവരെയാണ് ഈ ബ്ലോക്ക് ഉള്ളത്. ഇതിന് ഇനി വരുന്ന ഭരണം ആരാണെങ്കിലും ഒരു സൊല്യൂഷൻ, കാരണം അത്രയും ഇടങ്ങേറാണ്. ഒരു ബൈക്കിന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ സ്പീഡ് വയ്ക്കാൻ. ഞാൻ ഇത് വീഡിയോ സ്പീഡ് വയ്ക്കിയതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 20 അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഏകദേശം ആലുവയിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ബൈക്കിന് പോലും ആ ഒരു സ്പീഡിൽ നമുക്കൊരു 30ൻ്റെ മുകളിലേക്ക് പോലും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇനിയെങ്കിലും ഇത് വരുന്നത് ആരാണെങ്കിലും, ഇതിപ്പോൾ അൻവർ സാദത്ത് ജയിക്കുമെന്നാണ് ആലുവയിൽ പൊതുവേ ഉള്ള എല്ലാവരും സംസാരിക്കും. കഴിഞ്ഞ 15 വർഷമായിട്ട് അൻവർ സാദത്ത് തന്നെ ജയിച്ചാണ്. ഈ കൊല്ലമാണ് ജയിക്കുകയാണെങ്കിൽ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ ചെയ്തു തരണം ദയവ് ചെയ്ത്. ഇത് അതിലെ പോകുന്ന ഞങ്ങൾക്കൊരു എന്താണെങ്കിലും ഈ ആലുവയിലാണ് എല്ലാവരും വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ് ആലുവയിൽ. ഈ ആലുവയിലാണ് വന്ന് ചാടണത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ പുതിയ പാലം വന്ന എന്താണെങ്കിലും എല്ലാം. അപ്പോൾ ഏകദേശം ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ദയവ് ചെയ്തിട്ട് ഈ തവണയെങ്കിലും ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ആലുവ ടൗണിൻ്റെ അവസ്ഥ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല.